നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഷാനവാസും പാർവതിയും ഇവിടെയുണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഷാനു പാർവതിയും നമ്മൾ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ പോകുന്ന അടുത്ത പണി എന്തായിരിക്കും എന്നാണോ, അത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. പിന്നെ ഒരു പേടിയുണ്ട്. പേടിയുണ്ട് സൈഡിലൂടെ. ഇനി നീ മിസ്സിസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന സീരിയൽ ഉണ്ടല്ലോ, ആ സീരിയലില് നിങ്ങളുടെ അതായത് കുറെ ആൾക്കാരുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ഫൺ എലമെന്റോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കിയതോ? നമ്മുടെ മാൻവി അവിടെ ഉണ്ടല്ലോ. മാൻവി അവിടെ ഉണ്ട്. അത് വേറെ രസം. ഫൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു സീക്വൻസ് ഉണ്ട്. ഒരു സീൻ ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് വന്നിട്ട് കേക്ക് തേക്കുന്ന ഒരു സീൻ. മേഘന വന്നിട്ട് കേക്ക് തേക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഈ കേക്ക് തേക്കും ഇവർക്ക് ഇങ്ങനെ ഭയങ്കര ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഇത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യണം. ഇതിൽ അടിച്ചോട് കൂടി എൻ്റെ മൂക്കും അടഞ്ഞ് വായ അടഞ്ഞ് ഇത് കേക്ക് മൊത്തം മൂക്കിനകത്തോട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യായിരുന്നു. ഇവര് നിർത്തേണ്ടത് കട്ട് പറയുന്നില്ല ഇവർക്ക്. പിന്നെ ആ ദിവസം ഒരു ദിവസമാണ് ആ സീൻ എടുത്തത്. 1.5 ദിവസം എടുത്ത് തോന്നുന്നു. ആ 1.5 ദിവസം ഈ കേക്ക് മുഖത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്, കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ. പാർവതി എങ്ങനെയാണ് ഈ ഫാൻസിനെ, അതായത് അവര് മെസ്സേജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യാറുണ്ടോ, അതെയോ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഇൻസ്റ്റ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. മെസ്സേജ് ആരെങ്കിലും ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ അല്ലെങ്കിൽ സർപ്രൈസ് വിസിറ്റ് ലൊക്കേഷൻ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഫാൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ കൊറിയർ വരുമ്പോഴേ അറിയുന്നത്. നമ്മള് ചോദിക്കാൻ കാരണം വീട് നിറയെ ഗിഫ്റ്റ് കിട്ടിയതാ. എനിക്ക് മാത്രല്ല ഇവന് ലൊക്കേഷനിൽ വരെ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് ഒരു പെട്ടി സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് തോണ്ടി എന്തെങ്കിലും ഒരു മിഠായി എടുക്കുമ്പോഴേക്കും ഞാനത് തുറക്കട്ടെ, ഞാൻ തുറന്നിട്ട് തരാന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ ഇവന്റെ ഗിഫ്റ്റ് ഞങ്ങൾ തന്നെ പൊട്ടിക്കും. ഞങ്ങൾ പൊട്ടിച്ചെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതേ കൊടുക്കുള്ളൂ. നമുക്ക് ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെറുതെ വന്നിരിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണോ? അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഈ സ്മൈലി ബോൾസും പിന്നെ അവിടെ കുറച്ച് ബോട്ടിൽസ് കണ്ടോ, അതിന്റെ മുകളിൽ കുറച്ച് സ്മൈലീസ് കണ്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിന്നിട്ട് ബോട്ടിൽ താഴെ വീഴ്ത്താതെ ആ സ്മൈലി ബോളിന് ഇങ്ങനെ എറിയരുത്, ഇങ്ങനെ തന്നെ ത്രോ ചെയ്യണം. പക്ഷെ കുഴപ്പമുണ്ട്, ഫൗളാവും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ എറിഞ്ഞിട്ട് ആ സ്മൈലി ബോൾസ് താഴെ ഇടണം. 3 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിഗംഭീരം, അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും ചെയ്യണം കേട്ടോ. 1 മിനിറ്റ് സമയം ഞാൻ തരും. ആദ്യം പാർവതി, അത് കഴിഞ്ഞ് ഷാനു. ഓക്കെ, അവിടെ നിന്നോ. സോ മ്യൂസിക്. ഞാൻ രാജിവെച്ചേക്കള്. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ അപ്പൊ പാർവതി വളരെ ഗംഭീരമായിട്ട് ആ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഷാനു ആണ് കളിക്കേണ്ടത്. ഞാൻ അവളെ ഒന്നെങ്കിലും ബാക്കി വെക്കുന്നു വിചാരിച്ചു. ഞാനും. വാ, നമുക്ക് കളിക്കാം. റെഡി? റെഡി? മ്യൂസിക്. പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. കലക്കൻ ഉന്നാശനെ അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടുപേരും 3 ബോൾസ് പറഞ്ഞ പോലെ എന്നെ അടിച്ച് താഴെ ഇട്ടു. ഞാനും വിചാരിച്ചു ഷാനു തോൽക്കും പാർവതി ജയിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചെയ്ത് കളഞ്ഞു. ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും കളിച്ചതിനുള്ള സമ്മാനമാണ്. അപ്പൊ ഷാനു പാർവതി, നമ്മുടെ എല്ലാ പരിപാടികളും നമ്മളിവിടെ നിർത്തിവെക്കാൻ പോവാണ്. ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇനി അധികം സമയം കളയാൻ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഇന്നത്തെ ആ കലാകാരിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം കലാമണ്ഡലം സാവിത്രി. എൻ്റെ പേര് കലാമണ്ഡലം സാവിത്രി അരവിന്ദ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കോഴിക്കോടാണ്. ഞാൻ 3 വയസ്സ് മുതൽക്ക് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും അനിയത്തിയും കലാമണ്ഡലം ലത ടീച്ചർ അടുത്തായിരുന്നു ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിരുന്നത്. झमता तकिट तक झमता तकिट तक
ജം താ തക്കിട്ട ജം താ തക്കിട്ട തക്ക ജം താ തക്കിട്ട ജം താ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അരവിന്ദേട്ടൻ വളരെയധികം സപ്പോർട്ടീവാണ്. എല്ലാം കൂടെ നടന്ന് ചെയ്തു തരാറുണ്ട്. സ്റ്റേജിലുള്ള മിക്ക കാര്യങ്ങളും ചെയ്തിരുന്നത് അരവിന്ദേട്ടൻ തന്നെയാണ്. സ്ത്രീകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലേക്ക് ഒരു നർത്തകി എന്ന നിലയിൽ എനിക്ക് കൂടി പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം കലാമണ്ഡലം സാവിത്രിക്ക്. താങ്ക് യു. കുഞ്ഞിലെ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നോ കലാമണ്ഡലത്തിൽ പോയി പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ? 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയും ഇതുപോലെ കലാമണ്ഡലമാണ്. ഓക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കലാമണ്ഡലം ലതാ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അടുത്തായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ നാട് കോഴിക്കോടാണ്. കോഴിക്കോടാണ്. അപ്പം 10th കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ ആയിട്ടാണ് കലാമണ്ഡലത്തിലേക്ക് ചേരുന്നത്. ഓക്കെ ഓക്കെ. ചേച്ചി അതുപോലെ തന്നെ 7th പാസ് ഔട്ട് ആയിട്ട് 8th സ്റ്റാൻഡേർഡ് മുതൽ. അതെ, അങ്ങനെ പിന്നെ ഞാൻ 2001 കലാമണ്ഡലം പാസ്ഡ് ഔട്ടായി. പിന്നെ 2008 കല്യാണം കഴിഞ്ഞോടെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. എങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നത്? വീട്ടുകാരുടെ സപ്പോർട്ട് അത് പറയാതിരിക്കാൻ വയ്യ. അതാണ്. എന്റെ മദറിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ഓ, വീട്ടിലത്തെ കാര്യങ്ങൾ പോലും നീ ചെയ്യണ്ട, ക്ലാസ് എടുത്തോ, നിന്റെ പ്രോഗ്രാമും കാര്യങ്ങളും. അല്ലല്ല, അതാണ് ഏറ്റവും നമുക്ക് കിട്ടുന്നത്. എന്റെയൊക്കെ വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. എന്താ പറയാ, ഒരു കുടുംബിനി. അതെ, അതിന്റെ കൂടെ ഈ കരിയർ കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി എന്തായാലും പരിചയപ്പെടണം അല്ലെ, ഇത്രയും ഫാമിലി സപ്പോർട്ട് ഉള്ള ഒരാളാണല്ലോ. അപ്പൊ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹസ്ബൻഡ് ആണല്ലേ? ചേട്ടാ പേര് പറയൂ. എന്റെ പേര് അരവിന്ദ്. അരവിന്ദ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ബിസിനസ് ആണ് ചെയ്യുന്നത്. നേരത്തെ ഫാർമസ്യൂട്ടിക്കൽ ആയിരുന്നു. ഇതാണ് നമ്മുടെ മോൾ അല്ലേ? ഹായ് വാവാ. ഹായ്. ഹലോ, എന്തുണ്ട് വിശേഷം? പേര് പറയൂ. ഐഷാനി. എന്ത് ചെയ്യണു? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണ്? ഐസ്ക്രീം വേണോ? മോക്ക് ചോക്ലേറ്റ് വേണോ? അയ്യോ. മോന്റെ പേര് പറയൂ. എൻ്റെ പേര് അക്ഷയ് അരവിന്ദ്. ഞാൻ വന്ന് 6th സ്റ്റാൻഡേർഡാണ്. എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 30, 2009 എൻ്റെ ആശയാണ് ഞാൻ ഒരു എഞ്ചിനീയർ ആവാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വലിയൊരു എഞ്ചിനീയർ ആവട്ടെ കേട്ടോ. അടിപൊളി. അച്ഛൻ പേരെന്താണ്? കുമാരസ്വാമി. കുമാരസ്വാമി. റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ്, സെൻട്രൽ ഗവൺമെന്റ് സർവന്റ്. അത് ശരി. റെയിൽവേയില്. ഓക്കെ ഓക്കെ. അമ്മ ഡാൻസ് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അമ്മ എന്ന് പറഞ്ഞു. അറിയോ, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കൂ. நமக்கு இதை பொறுத்த கலை ஒன்றும் வராது. அப்போ அவங்களுக்கு இருக்கிறனால அவங்கள பின்ன வந்துட்டு கொஞ்சம் கூட സപ്പോർട്ട് ചെയ്ത്. അതെ, എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവുമല്ലോ, അത് മതി. അമ്മയുടെ പേര് പറഞ്ഞില്ല? രാജേശ്വരി. രാജേശ്വരി. ഓക്കെ. അപ്പൊ എന്തായാലും സാവിത്രിയുടെ ഈ ഫാമിലി പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.